നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാന്റെ രാഷ്ട്രീയ സൈനിക അടിത്തറയിളക്കി ഇസ്രയേലിന്റെ മിസൈൽ പ്രഹരം. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ പിൻഗാമിയെ കണ്ടെത്താൻ ഇറാൻ പുരോഹിത സഭ വോട്ടെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ വ്യോമസേന കോം നഗരത്തിലെ സഭയുടെ ആസ്ഥാനം ഇന്ന് തകർത്തത്. മൊസാദിന്റെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാൻ ജനതയ്ക്കായി ഒരു സന്ദേശം നൽകിയിരുന്നു. ഇന്ന് ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അയാളുടെ വിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇറാനിലെ ജനങ്ങൾ മാത്രമേ അവരുടെ ഭാവി നേതാവിനെ തിരഞ്ഞെടുക്കൂ എന്നായിരുന്നു ആ സന്ദേശം. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് 88 അംഗങ്ങളുള്ള പുരോഹിത സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ആണ് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിലെ അംഗങ്ങളെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ഗാർഡിയൻ കൗൺസിൽ എന്ന മറ്റൊരു സമിതിയുടെ അംഗീകാരം ആവശ്യമാണ്. ഗാർഡിയൻ കൗൺസിൽ അംഗങ്ങളെ പരമോന്നത നേതാവാണ് നേരിട്ടോ അല്ലാതെയോ നിയമിക്കുന്നത്. തൽഫലമായി തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ഉത്തരവാദിത്തമുള്ള മുതിർന്ന പുരോഹിതന്മാരുടെ നിയമനത്തിൽ ഖമീനിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. വിശ്വസ്തരല്ലാത്തവരെ മുൻകൂട്ടി തന്നെ അയോഗ്യരാക്കുകയും ചെയ്തിരുന്നു. പുതിയ നേതാവിനെ സാധ്യമായത്ര വേഗത്തിൽ തിരഞ്ഞെടുക്കാൻ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് സമ്മേളിക്കേണ്ടതുണ്ട്. അതുവരെ പരമോന്നത നേതാവിന്റെ അധികാരങ്ങൾ പ്രസിഡന്റ്, നീതിന്യായ വിഭാഗം തലവൻ, ഗാർഡിയൻ കൗൺസിൽ പ്രതിനിധി എന്നിവരടങ്ങുന്ന താൽക്കാലിക സമിതിക്ക് കൈമാറും. ആക്രമണ സമയത്ത് കെട്ടിടത്തിനുള്ളിൽ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ കെട്ടിടം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നുവെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. കോമിലെ സമിതിയുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടതായി ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. സമിതിയുടെ ടെഹ്റാനിലെ കോമ്പൗണ്ട് കഴിഞ്ഞ രാത്രി ആക്രമിക്കപ്പെട്ടതായും അവർ പറഞ്ഞു. അതേസമയം ടെഹ്റാനിലെ റവല്യൂഷൻ സ്ക്വയറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് നീണ്ടുപോകില്ല എന്ന് അസംബ്ലി ഓഫ് എക്സ്പെർട്സ് അംഗമായ ആയത്തുള്ള അലി മൊവാഹെദെ ഖർമാനി ചൊവ്വാഴ്ച നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ ടെഹ്റാനിലെ വ്യവസായ മേഖലയിലും വിമാനത്താവളത്തിലും അടുത്ത മണിക്കൂറുകളിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് പേർഷ്യൻ ഭാഷയിൽ IDF ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടെഹ്റാനിലെ ഹക്കീമിയ വ്യവസായ മേഖലയിലും കരാജെ പായം വിമാനത്താവളത്തിന് സമീപമുള്ളവരോട് മാറി താമസിക്കാൻ IDF വക്താവ് ലഫ്റ്റനന്റ് കേണൽ കമൽ പൻഹാസി ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിലെ US എംബസിക്ക് നേരെയുണ്ടായ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിൽ പ്രധാന ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകരുകയും ഉള്ളിൽ പുക നിറയുകയും ചെയ്തതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. നാശനഷ്ടങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ടെൽ അവീവ് മേഖല ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റിരുന്നു. ബിനിബ്രാക്കിൽ ഒരു സ്ത്രീക്കും പരിക്കേറ്റു. 11 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കിബറ്റ്സ് ഐനറ്റിന് സമീപം 2 പേർക്കും, പെറ്റാത്തിഖ്വ, റോഷ് ഹൈൻ എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കും പരിക്കേറ്റു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ നേതൃത്വം തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ ഇസ്രായേലാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് US വലിച്ചിട്ടതെന്ന ആരോപണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. മറിച്ചാണ് സത്യമെന്നും ഇറാൻ ആദ്യം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. ഞങ്ങൾ ആ ഭ്രാന്തന്മാരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആദ്യം ആക്രമിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതേസമയം അമേരിക്കയ്ക്കെതിരെ ഇറാൻ ഒരു മുൻകൂർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി തങ്ങളുടെ പക്കൽ ഇന്റലിജൻസ് വിവരങ്ങളില്ലെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച കോൺഗ്രസിനെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ട്രംപ് തള്ളി. അവർ ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. നമ്മൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർ ആദ്യം ആക്രമിക്കുമായിരുന്നു. എനിക്കത് ശക്തമായി തോന്നിയിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് കാര്യങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ ഇസ്രായേലിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഞാനാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.